മധുരം കൂടിയെന്നാ തോന്നുന്നത് ഇതിപ്പോ. UDF സംബന്ധിച്ച് വലിയൊരു വിജയം നേടി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളോടാണ് നമ്മളിന്ന് കടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ, UDF മുന്നോട്ട് വെച്ച ആ വിഷന്, അതുപോലെ തന്നെ UDF കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റ് അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. നമ്മളൊരു 5 വർഷത്തെ UDF ഗവൺമെൻറ്റും 10 വർഷത്തെ LDF ഗവൺമെൻറ്റും തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രം മതി UDF LDF തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഒപ്പം 5 വർഷം UDF പല നേട്ടങ്ങളും എണ്ണി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 10 വർഷത്തെ നേട്ടം എന്താണെന്ന് ഇതുവരെ പറയുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വിലയിരുത്തിയാണ് ജനങ്ങൾ ഇത്ര മികച്ച ഒരു വിജയം UDF നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ട ആന്റണി സാർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗ്. ആ വാണിംഗ് ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്ത്രിസഭ വരിക എന്നുള്ളതാണ് പ്രയോറിറ്റി. ആര് മന്ത്രിയാവുന്നു ആവുന്നില്ല എന്നൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ തീരുമാനമാണ്. അതൊരു പ്രയോറിറ്റി അല്ല. ഞാൻ ഇലക്ഷൻ ദിവസവും വോട്ടിംഗ് ദിവസവും ഞാൻ പറഞ്ഞത്, ആര് മന്ത്രിയായാലും ഇല്ലേലും UDF ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രിയാവും വരും എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കതാണ് പ്രയോറിറ്റി. പിന്നെ മന്ത്രിസഭയുടെ കാര്യമൊക്കെ മുഖ്യമന്ത്രിയും ലീഡർഷിപ്പും എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചത് പ്രയോറിറ്റി അല്ല. കേരളത്തിലെ ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും ജൈനനും ഇനി പാർസിയും കൊണ്ട് വോട്ട് ചെയ്തിട്ടാണ്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തത്. കേരളത്തിലെ ജനം, അവരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ 10 വർഷത്തെ ചെയ്തികൾ കണ്ടു മടുത്തിട്ട് CPM-കാർ, നമ്മുടെ ഏറ്റവും വലിയ ഡിവിഷൻ പാർട്ടിക്കാരാണല്ലോ, CPM-കാർ വരെ എതിർത്ത് വോട്ട് ചെയ്തിട്ടാണ് പാർട്ടി കോട്ടകൾ പോലും വീണിരിക്കുന്നത്. സംശയമുണ്ടോ? തളിപ്പറമ്പ് അടക്കമുള്ള പ്രദേശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യമല്ലേ. ഓർത്ത് നോക്കും, CPM-കാർ തന്നെ ആഗ്രഹിക്കുകയാണ് ഈ ഗവൺമെൻറ് പോകണം. എന്തുകൊണ്ടാണ്? കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, വികസനമില്ല. അതുകൊണ്ടാണ് ആ തീരുമാനം ജനങ്ങളെടുത്തത്. അപ്പം ഇതിനകത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അതിൻ്റെ റിസൾട്ട് 79% ആൾക്കാർ വോട്ട് ചെയ്തിട്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത്ര വലിയ വിജയം കൊടുക്കും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഓരോരുത്തരുടെ മെജോറിറ്റി, ഓരോ സ്ഥലത്തെ മെജോറിറ്റി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ഒരു കമ്മ്യൂണലായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മൊത്തത്തിലുള്ള പൊതുവായ വികാരമാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ആ ലോക്കൽ സാഹചര്യത്തിൽ അവർ വിജയിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അതിന് അമിത പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. അവർ മത്സരിച്ചു, അവർ വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. അവിടുത്തെ ലോക്കൽ സാഹചര്യം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊരു ചാൻസിൽ ഞാൻ സൈക്കിൾ ഓടിക്കാൻ തീരുമാനിച്ചതാണ് അത്. പക്ഷേ ഇത്രയും ജനത്തിന് അതിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. 50,000 തന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടുതൽ മാർജിൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ SIR ഒത്തിരി വോട്ട് കട്ട് ചെയ്തിരുന്നു എന്നെനിക്കറിയാം. ഇപ്പോഴും 10,000 വോട്ട് കട്ടായി പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10,000-3000 പേർക്ക് വരാൻ പറ്റാത്ത, യുദ്ധം കാരണം വരാതെ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കൂടി നിന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പം ഈ സൈക്ലിംഗ് ജനങ്ങൾ ഇത്രയും സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. പക്ഷേ അതിനകത്ത് നമുക്കിച്ചൂടെ ഇലക്ഷൻ്റെ കാര്യങ്ങൾക്ക് ചെറിയൊരു കുറവ് അവിടെ ഇവിടെയൊക്കെ വരുത്തിയാൽ നല്ലതായിരിക്കുമെന്ന് പൊതുജനത്തിന് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടി വിചാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടി റിസൾട്ടുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇത്ര വലിയ ഒരു വിജയം നൽകി എന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ്. എൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ആക്ച്വലി ഫ്ലെക്സ് വെക്കണോ വേണ്ടോ എന്നൊരു ആലോചന വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത്, ഞാനൊരു പ്രോജക്റ്റുമായിട്ട് 2.5 വർഷം നടന്നു. ആ പ്രോജക്റ്റ് ഞാൻ നടപ്പിലാക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പം ഞാൻ പിന്നെ കുറേ വീടുകൾ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇപ്പോഴേ എനിക്ക് ഒരു കോസ്റ്റ് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ വീടുകൾ ചെയ്യുവാൻ, കുറച്ചുകൂടെ എൻ്റെ പ്രോജക്റ്റിന് സഹായകരമായി തീരും. അതുകൊണ്ടാണ്
ഞാൻ ഈ ഫ്ലെക്സും പോസ്റ്ററും ബാനറും ഒഴിവാക്കി. അതുകൊണ്ട് എനിക്ക് വലിയ തലവേദന ഒഴിവാക്കി എന്ന് പറയാം. ഒന്ന് ഫൈനാൻഷ്യലായിട്ട് ബേർഡൻ, ഇത് അടിക്കുന്നതിൻ്റെ വെക്കുന്നതിൻ്റെ ഒക്കെ ബേർഡൻ, പിന്നെ അതിൻ്റെ പുറത്തുള്ള തർക്കങ്ങൾ, അതിൻ്റെ പുറത്തുള്ള കേസുകൾ. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ പുതുപ്പള്ളി മാത്രമാണ് ഒരു കേസില്ലാത്ത ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു ഇലക്ഷൻ കേസ് പോലും ഫയൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് ചെറിയൊരു തർക്കം ഉണ്ടായി, CPM BJP തർക്കം ഉണ്ടായെന്നുള്ളത് ഒഴിച്ചാൽ ഒരു വയലൻസ് പോലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെ പീസ്ഫുള്ളായി. കാരണം ഇതിനകത്ത് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യം, നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും അല്ലെങ്കിൽ ഫ്ലെക്സ് വെക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും തർക്കം പാർട്ടികൾ തമ്മിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം പോലും ഇല്ലാത്ത വിധം ഈ ഇലക്ഷൻ തീർന്നു എന്നുള്ളത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് ജനങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പം എൻ്റെ പ്രാക്ടിക്കൽ സാഹചര്യം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, അല്ലാതെ നമ്മളൊരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആരോടെങ്കിലും എതിർപ്പായിട്ടോ ഒന്നും അത് ചെയ്തതല്ല. പക്ഷേ എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൊണ്ടും ഞാനൊരു മുന്നോട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ അടിസ്ഥാനമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി പോസിറ്റീവ് സൈഡ്സ് അതിനുണ്ടായി എന്നുള്ളത് മറുവശമാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ തീരുമാനിച്ചത്? CPM അങ്ങനെ തീരുമാനിച്ചു? അല്ല, CPM എങ്ങനെ തീരുമാനിച്ചേ? CPM-ന്റെ ലീഡർഷിപ്പ് എടുത്ത തീരുമാനം. ഇതിനു മുമ്പ് കോൺഗ്രസ് എങ്ങനെ തീരുമാനിച്ചത്? കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ട്. ഇപ്പം ജനങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം റിഫ്ലക്റ്റ് ചെയ്യുന്ന MLA-മാരുടെ അഭിപ്രായം എടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ രീതിയാണ്. നമുക്കിവിടെ ഒരു ഗവർണർ സിസ്റ്റം അല്ലല്ലോ ഉള്ളത്. ഇപ്പം US നമുക്ക് നോക്കാം. US ഗവർണർ സിസ്റ്റമാണ്. ഇത് ഗവർണർ സിസ്റ്റം അല്ല, ഇവിടെ പാർലമെൻ്ററി സിസ്റ്റമാണ്. അത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മെജോറിറ്റി ഉള്ള ലേബർ പാർട്ടിയുടെയോ മെജോറിറ്റി ഉള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെയോ MP ആണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അതാണ് പാർലമെൻ്ററി സിസ്റ്റം. ഇന്ത്യൻ സിസ്റ്റം അത് തന്നെയാണ്. പക്ഷെ എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടുകൊണ്ട് അത് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈക്കമാൻഡിനെ മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്നത്. പാർട്ടി ലീഡർഷിപ്പ് എല്ലാവരും വികാരം പറഞ്ഞതിന് ശേഷം എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട്, MLA-മാർ മാത്രമല്ല എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്കൊരു കുറവ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഈ 10-70 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു പ്രാക്ടീസിനെ നമുക്ക് എന്തോ ഒരു പുതിയ സംഭവം എന്ന് പോലെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട്, ജനവികാരം ഉൾക്കൊണ്ട്, MLA-മാരുടെ വികാരം ഉൾക്കൊണ്ട് ഒക്കെയാണ് തീരുമാനം ഇത്രയും നാൾ എടുത്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഏതോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, മറ്റുള്ള സ്ഥലത്തുള്ള സഹോദരങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യുന്നവരാണ്. ഒന്നും ഉദ്ദേശിക്കുന്നതല്ല, അവർ പാർട്ടിക്കെതിരായിട്ടോ ഒന്നും പറയുന്നതല്ല. പക്ഷെ അവരങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു വിവാദം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ ഫാദറിനെ പോലും കോൺഗ്രസിൻ്റെ അണികൾ ആക്രമിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമല്ലോ. കൃത്യം 5 വർഷം മുമ്പ് അതേ ഉമ്മൻചാണ്ടിയാണ് ഇന്ന് അവർ സ്നേഹത്തോടു കൂടി പറയുന്നത്. എല്ലാവരും അല്ല, 1% ആൾക്കാരാണ്. 1% പറയുന്നതിനെ മൊത്തം പാർട്ടിയുടെ ആളാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ചിലർ അവരുടെ വികാരം പറയുന്നു, അതുകൊണ്ട് എല്ലാം പ്രശ്നമാണെന്നുള്ളത് പറയാൻ പറ്റുമോ? പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഉള്ള പ്രോസസ്സ് നടക്കുകയാണ്. ഇവിടെ ഒരു തർക്കവും ഒരു ലീഡറും പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ അസ്യൂം ചെയ്യുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്? ലീഡർഷിപ്പ് തീരുമാനിക്കട്ടെ, ലീഡർഷിപ്പ് പറയട്ടെ. ഞാനതിനെപ്പറ്റി പറയാനൊന്നും ആണല്ലേ. ഇല്ലേ, വിജയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ശോഭ കെട്ടിയിട്ടില്ല. ശോഭ നല്ലവരുണ്ട്. വിജയത്തിന് മുമ്പേ തർക്കം ഉണ്ടാക്കിച്ചിരുന്നു നിങ്ങൾ ഈ വാർത്ത വരുത്തി. കാരണം നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് കൂടുതൽ ചർച്ചയാകുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ ആ ചർച്ച